ഹായ്, നമസ്കാരം. കാർത്തിക് വേണുഗോപാലൻ സംവിധാനം ചെയ്ത് ഹിപ്പ് ഹോപ്പ് തമിഴ, കാശ്മീർ പരദേശി, അതുപോലെ അനിക സുരേന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ പുതിയ ചിത്രമാണ് PT സാർ എന്നുള്ളത്. അപ്പം ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് റിലീസായി വന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അതൊരു സ്പോർട്സ് മൂവി എന്ന് കൂടി പറയാൻ സാധിക്കും. അതായത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സ്കൂളിൽ ഒരു PT സാറായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്ന അത്യാവശ്യം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത്രച്ച് വലിയ പണമൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയാണ്. അങ്ങനെ നേരെ നായിക വരുവാണ്. നായികയുടെയും ഏകദേശം ലൈഫും ഇതുപോലെയൊക്കെയുള്ളതാണ്. അങ്ങനെ അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് PT സാർ എന്ന് പറഞ്ഞ ഈ സിനിമ കഥ പറയുന്നത്. ഗംഭീരമായ ഒരു രീതിയിലുള്ള ഒരു വെറൈറ്റി ഫീലിംഗ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ട് എനിക്കിത് അനുഭവപ്പെട്ടു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ 2.5 മണിക്കൂറോളം ഗംഭീരമായ രീതിയിൽ പിടിച്ചിരുത്താനായിട്ട് PT സാറിന് സാധിച്ചിട്ടുണ്ട്. ഹിപ്പ് ഹോപ്പ് തമിഴൊക്കെ ആക്ടിങ് അടിപൊളിയാണ്. ആദിയുടെയൊക്കെ ആക്ടിങ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ നായികയുടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ടു. അനിക, പിന്നെ നമുക്കറിയാലോ, അനികയെ അറിയാലോ. അനികയുടെ നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണിൽ നിന്നല്ലാതെ തന്നെ എനിക്ക് വ്യത്യസ്തമായിട്ട് വലിയ ഫീലിങ്ങും കാര്യങ്ങളും ഒന്നും അനികയുടെ ആക്ടിങ്ങിലൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റോറിക്ക് നല്ല രീതിയിലായിട്ടുള്ളൊരു പുതുമ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലാതെ നല്ല പറയുന്നത്, കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ചില സിനിമകളിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിട്ട് സംവിധായകൻ വെറൈറ്റി രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ക്ലാരിറ്റിയിലൊക്കെ ഉള്ള അടിപൊളി രീതിയിൽ ക്വാളിറ്റി പരമായ രീതിയിലൊക്കെ എൻ്റെ പ്രിൻറ്റ് സൂപ്പർ രസമായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കത്തില്ല. കാരണം അത്യാവശ്യം ഒരു കോമഡിയും കാര്യങ്ങളും ഒക്കെ നിലനിർത്തി പോകുന്നുണ്ട്. വലിയ കോമഡിയൊന്നും അല്ല, സീരിയസ് ഒരു സിനിമയാണ്. PT സാറിൻ്റെ ഒരു ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അത്യാവശ്യം ഈ ഒരു സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിപ്പിക്കത്തില്ലെന്നല്ല, ബോറടി ഉണ്ടാവും പടത്തിൽ. ലാഗും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സിനിമ തുടങ്ങി അത്യാവശ്യം ഇത് എൻഡ് ചെയ്യാൻ പോകുന്നിടത്ത് വരെ നമുക്ക് ചെറിയ ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് സിനിമയുടെ ഒരു കുഴപ്പമാണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോറി അത്തരത്തിലുള്ളതാണ്. ചില ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരം ഒരു സ്റ്റോറി ബിൽഡപ്പ് ആയിരിക്കും. അപ്പം എനിക്കെന്തായാലും ഈ ഒരു സ്റ്റോറി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ബേസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും കുഴപ്പമില്ലാത്ത രീതിയിൽ, നമ്മുടെ തങ്കരാജനൊക്കെ ഫിലിമിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ചുരുക്കം രീതിയിൽ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടവരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോയുടെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.